ഹായ് ഫ്രണ്ട്സ്, ഇന്നാണ് നമ്മുടെ കൈപ്പട്ടി അമ്പലത്തിലെ ആറാട്ട് മഹോത്സവം. സാറാട്ട് സദ്യ കഴിക്കുന്ന വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ ദേ കൂടെ പോവുകയാണേ. കുഞ്ഞാണെങ്കിൽ ചൂടായിട്ട് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുക, എങ്ങും പൊന്നില്ല, വലിയ മൈൻഡും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരുന്നു. നല്ല ചൂടൻ ചോറും സാമ്പാറൊക്കെ കൂട്ടി മൊത്തം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ തുക്കുടിന് നല്ല ദേഷ്യമാണ്. കുഞ്ഞ് പക്ഷേ കൊടുക്കുന്നതെല്ലാം പയ്യെ 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 കഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കരോക്കി ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ആറാട്ട് കടവ്. ഇവിടെയാണ് വൈകിട്ട് ആറാട്ടൂലി നടക്കാൻ പോകുന്നത്. പെരിയാറിൻ്റെ കൈവഴിയാണേ. ആഞ്ഞനെ കാണണമേ, ആഞ്ഞനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആഞ്ഞനെ കാണാൻ വേണ്ടി കൊണ്ടുപോയതാ. ആനനെ ചെന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ആന ദേ അനങ്ങാണ്ട് നിൽക്കുക. എടുത്തോ, എൻ്റെ ഫോട്ടോ എടുത്തോ, ഞാൻ പോസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞില്ല, സ്റ്റാച്ചു ഒക്കെ പറയില്ലേ അതുപോലെ. ഇത് പെരിയാറിൻ്റെ കൈവഴിയാണ്. നമ്മൾ അമ്പലത്തിലോട്ട് വരുന്നതിൻ്റെ രണ്ട് വശവും പുഴയാണ്. ഈ നടുക്കേക്കൂടെ ഈ റോഡ്. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിലേക്കൂടെ വരാനായിട്ട്. അമ്മയുടെ സാരിത്തല കൊണ്ട് തലയൊക്കെ മറച്ച് കണ്ണൊക്കെ പൊത്തി ഞാൻ വരുള്ളായിരുന്നു. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്. നല്ല വെയിലാണ്, എത്രയും പെട്ടെന്നൊന്ന് വീടെത്തിയാൽ മതി. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു, പായസമൊക്കെ കുടിച്ചു, ഇനി വേഗം വീടെത്തണം. അങ്ങനെ ഞങ്ങൾ നടന്നു തുടങ്ങി. കുടയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം, അങ്ങനെ ആറാട്ട് സദ്യയൊക്കെ കഴിച്ച് ഗാനമേളയൊക്കെ കുറച്ച് കേട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. അനിയനെടുത്തപ്പോൾ എന്നെയും എടുക്കാം അമ്മാമയെന്നും പറഞ്ഞ് അവനും കയറി അമ്മാമ്മയുടെ ഒക്കത്ത്. അങ്ങനെ രണ്ട് കുട്ടികൾ ഒക്കത്തായി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റായിട്ട് ആനയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട്. ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.